ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് ഒരു ഹൈപ്പൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് പോവാണ്, ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അലീനയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അലീന ഉള്ളത്. എന്ത് ചെയ്യണമെന്നൊന്നും അലീനയ്ക്ക് അറിയില്ല. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, അല്ല ഇനി ഇവർക്കാർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അച്ഛൻ? ഞാൻ ഇനിയിപ്പം എന്താ പറയുക, ഇപ്പം ഇവിടെ നിന്നതിലും അപ്പുറമായി പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ കടിച്ചു തൂങ്ങി കിടക്കൊന്നും വേണ്ട, നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോന്നോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല ഞാനിനി ഇവിടെ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്, അവിടെ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണല്ലോ അച്ഛാ, തൊട്ടതും പിടിച്ചതും ഒക്കെ പ്രശ്നമാണല്ലോ അച്ഛാ. ഞാൻ ഈ ഒരു മഹാഭാവി എന്തിനാ പിറന്നതെന്ന് ഞാനിപ്പോൾ ആലോചിച്ച് പോകുക എന്ന് പറഞ്ഞപ്പോൾ, നീ പിറന്നത് എന്തിനാണെന്നോ? നീ പിറന്നതിന് ഒരുപാട് കാരണമുണ്ട് മോളെ. നീ പിറന്നത് കൊണ്ടാണല്ലേ ഞാനിപ്പം എന്താ പറയുക ഒരു സമാധാനത്തോടു കൂടി ഇപ്പം നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം, അല്ല ഞാൻ പിറക്കാൻ കാരണമായതുകൊണ്ടല്ലേ അച്ഛൻ്റെ സമാധാനവും പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവും ഉണ്ട്. അത് മാത്രം മോളിപ്പോൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഏതായാലും പോകാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നീ നിൻ്റെ പപ്പേനെ ആദ്യമായിട്ട് കാണാൻ പോകുകയല്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എങ്കിലും നിൻ്റെ മുഖത്ത് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പപ്പേനെ കാണണം, എൻ്റെ അമ്മേനെ കാണണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണല്ലോ ഞാനും വന്നതും. പക്ഷേ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയത് ഒരിക്കലും ഞാൻ എന്താ പറയുക പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം സങ്കടങ്ങൾ മാത്രമാണ്. അവിടെ എനിക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നത്, എനിക്ക് രണ്ടുമൂന്ന് കൂടപ്പിറപ്പുകളെ കിട്ടി, അതുപോലെ അച്ഛനെ കിട്ടി. പക്ഷേ ഞാൻ തേടി വന്ന ആള് ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നെ ഒരിക്കലും ഒരു നോക്കുകൊണ്ട് പോലും, ഒരു സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഇപ്പം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുക, ദൈവത്തിന് മാത്രം അറിയാം. എല്ലാം ഞാൻ എൻ്റെ ഈശോയുടെ കൈകളിലും എൻ്റെ ബ്രിജിത്താമ്മയുടെ കൈകളിലും അർപ്പിക്കും അച്ഛാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ വണ്ടി എടുത്തിട്ട് നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വൈജ എത്തി കേട്ടോ. വൈജ നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വന്നു. മനുവാണ് കൊണ്ടുവിടുന്നത്. അങ്ങനെ മനു വണ്ടി കൊണ്ടുപോയി നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ അവിടെ നിർത്തി ഡോറ് തുറന്ന് നമ്മുടെ വൈജ ഇറങ്ങുകയാണ്. ഇറങ്ങി ആകെ മൊത്തം ഒന്ന് നിരീക്ഷിക്കുകയാണ്, മൊത്തം ഒന്ന് നോക്കുകയാണ്, ചുറ്റുപാടും ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയല്ലല്ലോ വൈജ ഡോർ അങ്ങ് അടച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മുടെ മനു തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. മനു തന്നെയാണ് ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. കാരണം പറ്റത്തില്ലല്ലോ നമ്മുടെ വൈജയ്ക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പം മനു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക. ഈ സമയത്ത് രോഹിത് തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ട്. അലീന പോയതിന്റെ വിഷമമാണ് രോഹിത്തിന് മുഴുവൻ. രോഹിത് ഇരുന്ന് കരയുകയാണ് കേട്ടോ. തിണ്ണയിലിരുന്ന് രോഹിത് കരയാണ്. അലീനയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രോഹിത് തിണ്ണയിലിരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജ കയറി വന്ന ഉടനെ തന്നെ എന്താ പറയുക, നമ്മുടെ രോഹിത്തിന് വലിയ മൈൻഡൊന്നുമില്ല, ഒരു പുച്ഛഭാവം മാത്രം. പുച്ഛഭാവം അല്ലേ ആർക്കും ഉണ്ടാകത്തുള്ളൂ, അതുപോലെയാണല്ലോ ഓരോന്ന് കാട്ടി കൂട്ടിയേക്കുന്നത്. അപ്പം പിന്നെ പുച്ഛഭാവം അല്ലേ മക്കൾക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം കയറി വന്നൊരു പുച്ഛഭാവത്തോട് കൂടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും, എടാ ഞാൻ വന്നത് നീ കണ്ടില്ലേടാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അമ്മ വന്നത് ഞാൻ കണ്ടായിരുന്നു. അമ്മ വന്നെന്ന് പറഞ്ഞോണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓ, ഞാനിവിടെ വന്നെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ അല്ലേ? ഭയങ്കര സങ്കടത്തിലായിരിക്കും അല്ലേ? അല്ല, നിന്റെ പൊന്നാരി ചേച്ചി പോയല്ലോ, അപ്പം അതിൻ്റെ സങ്കടമായിരിക്കും അല്ലേ നിനക്കെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു, അങ്ങനെ ഒരാൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ. അതുകൊണ്ടല്ലേ അമ്മേ ഞങ്ങൾ അങ്ങനെ പോയപ്പം സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്. അലീന ചേച്ചി കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതവും ഒക്കെ ഇനിയിപ്പം ഒരു പുനർജന്മം പോലെ എനിക്കിപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അറിയാലോ, ഹരി കടന്ന പോലെ ഞാൻ കുറേ നാള് കിടന്നേനെ അങ്ങ് ജയിലിൽ. അവിടെ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയ, സത്യം പറയാലോ, എൻ്റെ ദൈവത്തിന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ അലീന ചേച്ചിനെ കാണുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നിർത്തടാ, വന്ന ഉടനെ അവൻ്റെ നാക്കിന്ന് വീഴുന്ന ഒരു സംസാരം കേട്ടില്ലേ? അപ്പം മനു പറഞ്ഞു, എന്താ രോഹിത്തെ നീ പറയേണ്ട അവസരം ഇതല്ല, പറയാനുള്ള അവസരം വരുമല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. മാത്രമല്ല ഞാൻ ഇനി ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അലീനയല്ലല്ലോ വൈജ, എനിക്കറിയാടാ നീ ഇനി ഇവിടെ കൂടുതൽ നിൽക്കത്തില്ലെന്ന്. നിനക്കല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരവും പോക്കും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നീ ഇവിടെ നിൽക്കാത്തതിൻ്റെ കാരണമേ അലീന ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വൈജാൻറ്റി എന്ത് കരുതിയാലും എന്ത് വിചാരിച്ചാലുവേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു ചുക്കുമില്ല, എനിക്ക് ഒരു ചുണ്ണാമ്പും ഇല്ല. അപ്പം ഒരു കാര്യം ചെയ്യാം,
വൈജി ആൻറ്റി ഏതായാലും ഇവിടെ വന്നല്ലോ, കയറി ചെല്ല്, അകത്തേക്ക് കയറി ചെല്ല്, മാന്യമര്യാദയായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, നിന്നോട് അലീന എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അലീന എന്നെക്കുറിച്ച് എന്തൊക്കെയാടാ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്? അല്ല നിന്റെ ഈ ഒരു ഭാവവും നിന്റെ ഈ ഒരു ഭാവ വ്യത്യാസവും രൂപമാറ്റവും ആകെ മൊത്തം കണ്ടിട്ട് അവൾ എന്തോ നിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് അലീന ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ പിന്നെ ഞാൻ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. എനിക്കും അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ വൈജ ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജയ്ക്ക് അങ്ങ് പേടിയായിട്ടോ. വൈജ മനുവിനെ അങ്ങ് നോക്കി, മനുവിനെ ഒന്ന് അടിപൊളിയൊന്ന് നോക്കി വൈജ ഒന്ന് നോക്കിയിട്ട് വേറെ ഒന്നും പറയാൻ വൈജയ്ക്ക് പറ്റണില്ല. ഇനിയിപ്പോൾ കാര്യം വിശദീകരിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൈജ തന്നെയായിരിക്കും നാറാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വൈജ ഒന്നും പറയുന്നില്ല, ബബ്ബ വെച്ചു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ മനു അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പം മനു അങ്ങ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി. പറയേണ്ടത് നല്ല തട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല തട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മനുവ്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ വൈജ നിന്നു. മിണ്ടാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ മിണ്ടാനാണ്? തെറ്റ് ചെയ്തത് വൈജയാണ്. അപ്പം തെറ്റ് ചെയ്തവർക്ക് മിണ്ടാൻ ഒരിക്കലും പറ്റത്തില്ല. എന്തു പറഞ്ഞാലും മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെ മിണ്ടാണ്ടൊക്കെ കേട്ടോണ്ടിരുന്നു. അങ്ങനെ റൂമിലേക്ക് വന്നു. അപ്പോൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയുടെ റൂമൊക്കെ നല്ല സെറ്റാക്കി ഇട്ടേക്കുക കേട്ടോ. അടിപൊളി റൂമാക്കി ഇട്ടേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വൈജ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വീട് കിടന്നത് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. അലങ്കോലമായിട്ട് വൈജയുടെ റൂം കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് വീട് കിടക്കുന്നത്. അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വൈജയ്ക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ വീടിന് മാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾക്ക് മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഈ സമയത്ത് നമ്മുടെ രോഹിത്തിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാട്ടോ മനു പോകുന്നത്. അങ്ങനെ രോഹിത്തിനോട് പറഞ്ഞു ഞാൻ പോകുക, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അതെന്താ രോഹിത്തേട്ട പെട്ടെന്ന് പോകുന്നു, രോഹിത്തേട്ടന്നല്ല സോറി മനുവേട്ട പെട്ടെന്ന് പോകുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിൽക്കാനൊന്നും തോന്നുന്നില്ല. അലീന ഉണ്ടായിരുന്നപ്പോൾ ഈ വീട്ടിലൊരു വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ വല്ലാണ്ട് പോലെ എനിക്ക് തോന്നുവാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാടാ, എല്ലാവരെയും നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അമ്മ എന്താ പറഞ്ഞത്, ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് എന്ത് പറയാനാ, അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ഈ വീട്ടിലേക്ക് കയറുകൊള്ളുന്ന ദിവസം എടുത്ത് ഇരിക്കുകയല്ലായിരുന്നോ? ഏതായാലും അലീന ഇവിടുന്ന് പോയി വന്നു, ഇനിയിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, എനിക്കറിയില്ല ഇനി കൂടുതൽ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അലീന പോയതിൻ്റെ ആ ഒരു വിഷമം എനിക്കും ഉണ്ട്. ഞാനും ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ പരമാവധി ആൻറ്റിയും അങ്കിളും തമ്മിൽ വലിയ അടിയൊന്നും ഉണ്ടാക്കാതെ നോക്കാൻ ശ്രമിക്കണം. അറിയാമല്ലോ രണ്ടുപേർക്കും വാശിയാണ് അങ്ങേയറ്റം. നിങ്ങൾ മക്കൾ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഇതിൻ്റെ പുറകെ നടന്ന് നിങ്ങൾ. പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് നിനക്കും ബബിതയ്ക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അലീന, പറഞ്ഞു പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോയി കേട്ടോ. മനുവൊക്കെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും ആകെ മൊത്തം ഒരു മരണ വീട് പോലെ തന്നെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഇവിടെ എന്താ, ഇവിടെ എല്ലാവരും എന്താ റൂമിനകത്ത് കയറിയിരിക്കുന്നത്, ഇവിടെ എന്താ ചത്ത വീട് പോലെയാണല്ലോ ഇതെന്ത് പറ്റി എല്ലാവർക്കും, ഇവിടെ ആരെങ്കിലും ചത്തോ, നിങ്ങളുടെ ആരെങ്കിലും ചത്തിട്ടാണോ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ വന്നിട്ട് അമ്മയ്ക്ക് എന്താ അമ്മേ വേണ്ടത്, അമ്മ വന്നെങ്കിൽ അമ്മ റൂമിനകത്തിരിക്കും, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറ. നിൻ്റെ ഒന്നും സഹായം എനിക്ക് വേണ്ടടി, ഞാനേ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുണ്ട്. ഒന്ന് ഞാൻ വീണുപോയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആരും സഹായിക്കും എടുക്കുമൊന്നും വേണ്ട. നിങ്ങളൊക്കെ അലീനയുടെ ടീമല്ലേ, അലീന പോയതിൻ്റെ സങ്കടമല്ലേ എല്ലാത്തിൻ്റെ മുഖത്തെന്ന് പറയുമ്പോൾ അതേ അമ്മേ, അലീന ചേച്ചി പോയതിൻ്റെ സങ്കടം ഞങ്ങൾക്കുണ്ട്. കാരണം അലീന ചേച്ചിനൊക്കെ അമ്മയെ ഇഷ്ടമല്ല, അലീന ചേച്ചിക്ക് അമ്മേനെ ഇഷ്ടമല്ലെന്നല്ല സോറി, അമ്മയ്ക്ക് അലീന ചേച്ചിനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോയപ്പോഴത്തേക്കും അമ്മയ്ക്ക് വലിയ സങ്കടമോ വിഷമങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അലീന ചേച്ചിനെ. അപ്പോൾ ഇഷ്ടമുള്ള ഒരാളൊരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ സങ്കടം തോന്നത്തില്ലേ? അത് സ്വാഭാവികമല്ലേ. അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഓരോ മനുഷ്യൻ്റെ വികാരങ്ങളല്ലേ. അതൊക്കെ ഇങ്ങനെയാണമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര വികാരം, ഞാനിവിടുന്ന് പോയപ്പോൾ ഇല്ലാത്ത വികാരമാണല്ലോ എൻ്റെ കെട്ടിയവരും മക്കൾക്കും ഒക്കെ ഉള്ളത്. എടി എന്താടി അലീന നിങ്ങൾക്ക് കൊണ്ട് തന്നത്, ഒരു കുടുംബം ചിന്ന ഭിന്നമാക്കി രണ്ടാക്കി വെച്ചതാണോ, അവൾ എന്താടി നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുള്ളത് പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അമ്മയെപ്പോലെ എന്താ പറയുക, ഓർത്ത് ഇരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല, ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അലീന ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അലീന ചേച്ചി വന്നതിൽ പിന്നെ അമ്മയ്ക്കറിയാമോ ഈ ഒരു വീടായത് അലീന ചേച്ചി വന്നതിൽ പിന്നെ അത് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനു മുമ്പ് നിങ്ങൾ ആരും ഇവിടെ നിന്ന് തിന്നുകയും കുടിക്കുകയും കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അലീനയാണല്ലോ എല്ലാം ഉണ്ടാക്കി ഉരുട്ടി അങ്ങോട്ട് തന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് നിർത്ത്,
അമ്മ എന്തിനാ എപ്പോഴും എപ്പോഴും അലീന ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്? നിർത്ത്. എന്തിനാ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് അലീന ചേച്ചിനെ ഇഷ്ടമല്ലേ? അമ്മ ഇഷ്ടപ്പെടണ്ട. ആരെങ്കിലും നിർബന്ധിച്ചോ അലീന ചേച്ചിനെ ഇഷ്ടപ്പെടാൻ? പക്ഷേ ഞങ്ങൾക്ക് അലീന ചേച്ചിനെ ഇഷ്ടമാണ്. ആ പാവം ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ ഉള്ളൂ. അമ്മ ഒരുപാട് പ്രാഗിയില്ലേ അതിനെ? ഓ, ഞാൻ പ്രാഗിയ പ്രാക്കൊക്കെ അപ്പൊ ഇവിടെ വന്ന് അവള് ഓതി തന്നായിരുന്നല്ലേ? ആ അതെ, പറഞ്ഞായിരുന്നു. അമ്മേ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അമ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഞാനൊരു ബഹുമാനം തന്നിട്ടുണ്ട്. അമ്മ സത്യം പറഞ്ഞ അമ്മയുടെ ഒരു നില മറന്ന അമ്മ ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആങ്ങളമാർ വരെ അലീന ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട്, അലീന ചേച്ചിയുടെ ഒപ്പം നിൽക്കുന്നതെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടെന്ന് ചിന്തിക്കാനുള്ള, അറ്റ്ലീസ്റ്റ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് പോലും അമ്മയ്ക്കില്ലെങ്കിൽ എന്താ അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോയപ്പോഴത്തേക്കും എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജ അവിടെ കിടന്ന് തുള്ളാതെ തുള്ളുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും ബാലചന്ദ്രനും നേരെ ചെന്ന് കുളുത്തുപുഴ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടാണ് കേട്ടോ. അലീന മുറ്റത്ത് ചെന്ന്, അതായത് ആ ഗേറ്റ് തുറന്ന്, ഇതുവരെ നമ്മുടെ ബാലചന്ദ്രൻ ആ ഒരു ഗേറ്റ് തുറന്നു കൊടുത്തിട്ടില്ല. ബാലചന്ദ്രൻ ആ വീട്ടിന്റെ മുറ്റത്ത് വന്നപ്പം ഗേറ്റിന് അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ടാണ് അകത്തേക്ക് കയറി വന്നത് എങ്കിൽ ഇപ്പം ബാലചന്ദ്രന്റെ കാറ് കണ്ടതും അവിടെയുള്ള സഹായികളെല്ലാം, ബാലചന്ദ്രന്റെ സഹായികളെല്ലാം ഓടി വന്ന് ആ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അപ്പം അത്രയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ അലീന അതിനകത്തുണ്ട്. അപ്പം പിന്നെ എങ്ങനെ വ്യത്യാസം വരാതിരിക്കും? അങ്ങനെ ഗേറ്റ് തുറന്നു. പതിയെ ഉരുട്ടി വണ്ടി ഉരുട്ടി അകത്തേക്ക് കയറിപ്പോയി പതിയെ അങ്ങോട്ട് നമ്മുടെ അലീന ഡോർ അങ്ങോട്ട് തുറന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ, ഇതാണ് ഇനി നീ താമസിക്കാൻ പോകുന്ന നിന്റെ സ്വന്തം വീട്, ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അലീന പതുക്കെ ഇറങ്ങിയിട്ട് ചുറ്റുപാടുമൊന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ വല്ലാണ്ടങ്ങ് നോക്കിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഡോറ് തുറന്ന് നമ്മുടെ ബാലചന്ദ്രനും ഇറങ്ങി. ബാലചന്ദ്രനും അലീനയും ഡോറ് തുറന്ന് ഇറങ്ങിയതും നാലാഭാഗത്ത് നിന്നും പട്ടികളോടി വന്ന് അലീനയെ നക്കി തുടയ്ക്കുകയാണ് കേട്ടോ. അലീനയുടെ സാരി പിടിച്ച് വലിക്കുന്നു, അലീനനെ നക്കുന്നു, കാല് നക്കി തുടയ്ക്കുന്നു. പ്രത്യേകിച്ച് അലീനയോടൊരു സ്നേഹം ഉണ്ടല്ലോ. അപ്പം അവിടെ നിന്ന് നമ്മുടെ ഔസേപ്പച്ചനൊക്കെ ഉണ്ടല്ലോ, ഔസേപ്പച്ചൻ അവിടുത്തെ വേലക്കാരനാണ്. ഔസേപ്പച്ചൻ നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ലായിരിക്കും, പറഞ്ഞാൽ നിങ്ങൾ പതുക്കെ ഔസേപ്പച്ചനെ പരിചയപ്പെടും. ഔസേപ്പച്ചൻ, അതുപോലെ തന്നെ ബൈജു ഡ്രൈവർ, പിന്നെ വേറൊരു ആളും കൂടെ ഉണ്ട് അവിടെ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന. അതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ അവിടെ ചെന്നപ്പം. ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോയിട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ എല്ലാവരും ഉണ്ട്. അപ്പം ഇവർ 3 പേരും ആണ് അവിടുത്തെ മെയിൻ ആൾക്കാരെ എന്ന് പറയുന്നത്. അല്ലാതെയും ജോലിക്കാർ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരിത് കണ്ടിട്ട് അതിശയത്തോടു കൂടി നോക്കുകയാണ്. കാരണം സാധാരണ പട്ടികൾ ഓടി ചാടി ചെല്ലുമ്പോഴത്തേക്ക് ഇവർ വിളിക്കുമ്പം ഓടി വരും. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം പേടിയാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് വരെ കയറാനായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ അലീനയും ആ പട്ടികളെ കണ്ടതും ആ പട്ടികളുടെ തലയിലൊക്കെ ഇങ്ങനെ തലയോടുകയാണ്. അതുപോലെ തന്നെ ആ പട്ടികളും ആ സ്നേഹമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും അടിപൊളി സീനുകളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ ആരും. അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പം നാളെ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. എന്നും രാവിലെ നമ്മൾ ഫുൾ വിശേഷം ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നും രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. ഒരു 7:30-8 മണിയോടൊക്കെ കൂടി നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിനു മുമ്പ് പോസ്റ്റ് ചെയ്യാഞ്ഞിട്ടാണോ ആൾക്കാർ കാണാത്തതെന്ന് അറിയില്ല. നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ലേറ്റായി പോകുന്നത് കേട്ടോ. വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആകുന്നു. എന്നാലും പരമാവധി ഞാൻ 8 മണി ആ ഒരു ടൈമിൽ ഇടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ലേറ്റ് ആയിട്ടാണോ നിങ്ങൾ കാണാത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്. എല്ലാ എപ്പിസോഡുകളും കാണണം. അതുപോലെ തന്നെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോയി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്കമിങ് ശേഷം ചെയ്യുന്ന റിയൽ സ്റ്റോറി ന്യൂവിനകത്താട്ടോ. അത് നമ്മുടെ ഒരു ചാനലാണ്, പഴയ ചാനലാണ്. അതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. അത്യാവശ്യം പേരൊക്കെ നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മളതിൽ കറക്റ്റ് കഥകൾ തന്നെ നോവൽ ബേസിലാണ് കഥകൾ പറയുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതേ പോയി ഒന്ന് നമ്മുടെ പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ തന്നെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ, അതായത് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം ടാറ്റാ, ബൈ ബൈ.